നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? വീട്ടിൽ ആരെങ്കിലും വിഷമത്തിലായാലും, സുഹൃത്തു മാനസികമായി തളർന്നാലും, കുടുംബത്തിൽ പ്രശ്നമുണ്ടായാലും ആദ്യം ആശ്വസിപ്പിക്കാൻ എത്തുന്ന ഒരാളുണ്ടാകും. അവൾ കേൾക്കും, അവൾ മനസ്സിലാക്കും, അവൾ എല്ലാവരുടെയും വിഷമങ്ങൾ മനസ്സിൽ സൂക്ഷിക്കും. പക്ഷെ ഒരു ചോദ്യം: അവളെ ആരാണ് കേൾക്കുന്നത്? എന്തുകൊണ്ടാണ് പല സ്ത്രീകളും അറിയാതെ തന്നെ എല്ലാവരുടെയും വികാരങ്ങളുടെ സംരക്ഷകരായി മാറുന്നത്? ഇന്നതിന്റെ മനഃശാസ്ത്രപരമായ കാരണങ്ങൾ നോക്കാം. കുട്ടിക്കാലം മുതൽ തന്നെ പല സ്ത്രീകളും കരുതലുള്ളവരും സഹാനുഭൂതി കാണിക്കുന്നവരുമാകാൻ പഠിപ്പിക്കപ്പെടുന്നു. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും പ്രശ്നങ്ങൾ കേൾക്കാനും ബന്ധങ്ങൾ നിലനിർത്താനും അവർക്ക് പ്രോത്സാഹനം ലഭിക്കുന്നു. കാലക്രമേണ മറ്റുള്ളവരുടെ മനസ്സിലെ ചെറിയ മാറ്റങ്ങൾ പോലും തിരിച്ചറിയാനുള്ള കഴിവ് അവരിൽ വളരുന്നു. ഇതൊരു വലിയ ശക്തിയാണ്. പക്ഷെ ചിലപ്പോൾ ഈ ശക്തി ഒരു ഭാരമായി മാറാം. കുടുംബത്തിലെ എല്ലാവരുടെയും സന്തോഷവും വിഷമവും മനസ്സിൽ സൂക്ഷിക്കുക, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരുടെ മാനസിക ആവശ്യങ്ങൾ ശ്രദ്ധിക്കുക, ഇവയെല്ലാം പല സ്ത്രീകളും നിശബ്ദമായി ചെയ്യുന്നു. മനഃശാസ്ത്രത്തിൽ ഇതിനെ ഇമോഷണൽ ലേബർ എന്നാണ് വിളിക്കുന്നത്. അത് ശാരീരികമായി കാണാൻ കഴിയാത്ത ഒരു ജോലിയാണ്. പക്ഷെ അതിന് വലിയ മാനസിക ഊർജം ആവശ്യമാണ്. പ്രശ്നമെന്തെന്നാൽ ഈ ശ്രമങ്ങൾ പലപ്പോഴും ആരും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടി നിൽക്കുന്ന സ്ത്രീകൾ പലപ്പോഴും ഉള്ളിൽ നിന്ന് തളരുകയും ഏകാന്തത അനുഭവിക്കുകയും ചെയ്യുന്നു. ശക്തയായ ഒരു സ്ത്രീക്കും ചിലപ്പോൾ താങ്ങ് ആവശ്യമാണ്. എല്ലാവരെയും കേൾക്കുന്ന ഒരാൾക്കും തൻ്റെ മനസ്സ് തുറന്നു പറയാൻ ഒരാൾ വേണം. എല്ലാവരുടെയും ഭാരം ചുമക്കുന്ന ഒരാൾക്കും സ്വന്തം ഭാരം ഇറക്കി വയ്ക്കാൻ ഒരു സ്ഥലം വേണം. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സ്ത്രീ ഇന്ന് എല്ലാവരുടെയും കാര്യം അന്വേഷിക്കുമ്പോൾ ഒരു നിമിഷം നിൽക്കൂ. അവളോടും ഒരു ചോദ്യം ചോദിക്കൂ: നിനക്ക് സുഖമാണോ? ആ ചോദ്യത്തിന് പിന്നിൽ വർഷങ്ങളായി പറയാതെ സൂക്ഷിച്ച ഒരു കഥയുണ്ടാകാം. ഏറ്റവും ശക്തരായി തോന്നുന്നവർ പലപ്പോഴും ഏറ്റവും കൂടുതൽ വികാരഭാരം ചുമക്കുന്നവരായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ മനഃശാസ്ത്രപരമായ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.